നമസ്കാരം. അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിലെ BDS വിദ്യാർത്ഥി നിതിൻ രാജിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണം ഉന്നതതല ഇടപെടലുകളിലൂടെ അട്ടിമറിക്കപ്പെടുകയാണെന്ന ഗുരുതര ആരോപണങ്ങൾ ഉയരുന്നു. സൈബർ പോലീസ് രജിസ്റ്റർ ചെയ്ത FIRലെ സമയക്രമങ്ങളും നടപടിക്രമങ്ങളും പരിശോധിക്കുമ്പോൾ കോളേജ് അധികൃതരെ സംരക്ഷിക്കാനുള്ള ബോധപൂർവമായ നീക്കങ്ങൾ വ്യക്തമാണ്. ഏപ്രിൽ 12 രാത്രി 8 മണിക്ക് തന്നെ പരാതിക്കാരിയായ അസിസ്റ്റന്റ് പ്രൊഫസർ ലത ശശിധരൻ്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. തുടർന്ന് രാത്രി 10:30 പരാതി രേഖാമൂലം സ്വീകരിക്കുകയും വെറും 18 മിനിറ്റിനുള്ളിൽ, അതായത് 10:48 FIR രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. ഇത്രയും വേഗത്തിൽ നടപടികൾ പൂർത്തിയാക്കിയത് അധ്യാപകരെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന പ്രധാന വിഷയങ്ങളെ വഴിതിരിച്ചു വിടാനാണെന്ന സംശയം ബലപ്പെടുകയാണ്. ലോൺ ആപ്പുകാരൻ വാട്സാപ്പിലൂടെയും MMS വഴിയും പണം തട്ടിയെടുക്കാൻ ശ്രമിച്ചുവെന്ന അധ്യാപികയുടെ മൊഴി വിദ്യാർത്ഥിയെ കൊടുക്കാൻ നേരത്തെ തന്നെ തയ്യാറാക്കിയ തിരക്കഥയുടെ ഭാഗമാണെന്ന് ആരോപിക്കപ്പെടുന്നു. 10-ാം തീയതിയാണ് ലോൺ ആപ്പുകാരുടെ വിളി വന്നതെന്നാണ് FIRൽ സൂചിപ്പിക്കുന്നത്. അന്നേ ദിവസം തന്നെ നിതിനെ വിളിപ്പിച്ച് ചോദ്യം ചെയ്തതിലൂടെ അധ്യാപകർ നിയമം കയ്യിലെടുക്കുകയായിരുന്നു. ഡിപ്പാർട്ട്മെന്റ് മേധാവിയുമായി നിതിൻ രാജിന് നേരത്തെ തന്നെ കടുത്ത അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നുവെന്നും ഇത് ലോൺ ആപ്പ് വിവാദത്തിലൂടെ പക തീർക്കാൻ അധ്യാപകർ ഉപയോഗിച്ചുവെന്നുമാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. നിതിൻ രാജ് മരണത്തിന് മുൻപ് ഉന്നയിച്ച പരാതികളും ഓഡിയോ തെളിവുകളും അധ്യാപകരുടെ പീഡനത്തിലേക്ക് വിരൽ ചൂണ്ടുന്നവയാണ്. പ്രിൻസിപ്പലും നിതിനെ വിളിച്ച് ചോദ്യം ചെയ്തിരുന്നു. ഇതും മരണത്തിലേക്ക് നയിച്ച കാരണമാണ്. എന്നാൽ ക്യാമ്പസിനുള്ളിലെ രാഷ്ട്രീയ മാനേജ്മെന്റ് സ്വാധീനം ഉപയോഗിച്ച് ഈ തെളിവുകൾ ഇല്ലാതാക്കാൻ ശ്രമം നടക്കുന്നു. സഹപാഠികൾക്ക് നിതിൻ നേരിട്ട പീഡനങ്ങളെക്കുറിച്ച് കൃത്യമായ അറിവുണ്ടെങ്കിലും ഇന്റേണൽ മാർക്ക് കുറയ്ക്കുമെന്ന ഭീഷണി നിലനിൽക്കുന്നതിനാൽ ആരും സത്യം പറയാൻ തയ്യാറാകുന്നുമില്ല. ഒരു പ്രമുഖ രാഷ്ട്രീയ നേതാവിൻ്റെ ഇടപെടലാണ് കേസ് അട്ടിമറിക്കാൻ പിന്നിൽ പ്രവർത്തിക്കുന്നതെന്ന ആക്ഷേപം ശക്തമാണ്. കണ്ണൂർ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനിൽ അസിസ്റ്റന്റ് പ്രൊഫസറായ ലത ശശിധരൻ നൽകിയ പരാതിയുടെ വിശദാംശങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ഏപ്രിൽ 12 രാത്രി വൈകി നൽകിയ പരാതിയിൽ 9355 67 9185 എന്ന നമ്പറിൽ നിന്ന് ലോൺ തിരിച്ചടയ്ക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രതി നിരന്തരം വിളിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തുവെന്നാണ് അധ്യാപിക പറയുന്നത്. എന്നാൽ നിതിൻ രാജ് പ്രതിസന്ധിയിലായിരുന്നപ്പോൾ ഈ ജാഗ്രത കാണിക്കാത്ത അധ്യാപകർ അവൻ്റെ മരണശേഷം സ്വന്തം പദവി സംരക്ഷിക്കാനും പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാനും വേണ്ടിയാണ് ഈ FIR ഉപയോഗിക്കുന്നത്. നിതിൻ രാജുമായി കോളേജ് അധികൃതർക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് വൈകിയെത്തിയ ഈ പരാതി. വിദ്യാർത്ഥിക്കെതിരെ കോളേജിനുള്ളിൽ അധ്യാപകർ നടത്തിയ ചോദ്യം ചെയ്യലും മാനസിക പീഡനവും ലത ശശിധരൻ നൽകിയ മൊഴിയിലൂടെ കൂടുതൽ വ്യക്തമാകുന്നുണ്ട്. സൈബർ പോലീസ് സൈബർ കുറ്റകൃത്യങ്ങൾക്കായി ചുമത്തുന്ന BNS 351(2), 308(3), IT ആക്ട് 66D എന്നീ വകുപ്പുകൾ പ്രകാരം കേസെടുത്ത അന്വേഷണം ലോൺ ആപ്പുകാരിലേക്ക് മാത്രം ചുരുക്കാനാണ് ശ്രമം നടക്കുന്നത്. ആത്മഹത്യാ പ്രേരണ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ അധ്യാപകർക്കെതിരെ ചുമത്തുന്നതിൽ പോലീസ് കാണിക്കുന്ന മെല്ലെപ്പോക്ക് ഈ അട്ടിമറിയുടെ ഭാഗമാണ്. ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത പ്രകാരമുള്ള നടപടികളിൽ അധ്യാപകരുടെ പങ്കും സദാചാര പോലീസിംഗും എവിടെയും പരാമർശിക്കപ്പെടുന്നില്ല. നിതിൻ രാജിൻ്റെ ഫോൺ രേഖകളും സഹപാഠികളുടെ മൊഴികളും നിഷ്പക്ഷമായി പരിശോധിച്ചാൽ മാത്രമേ ഈ മരണത്തിലെ യഥാർത്ഥ പ്രതികളെ പുറത്തു കൊണ്ടുവരാൻ കഴിയൂ. എന്നാൽ നിലവിലെ അന്വേഷണ രീതികൾ പ്രതികളെ രക്ഷിക്കാനായി നേരത്തെ തയ്യാറാക്കിയ റൂട്ടിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ഉന്നത സ്വാധീനമുള്ള ആശുപത്രി മാനേജ്മെൻറ്റും രാഷ്ട്രീയ നേതൃത്വവും ഒത്തുചേർന്ന് ഒരു ദളിത് വിദ്യാർത്ഥിയുടെ മരണത്തിന് കാരണക്കാരായവരെ വിശുദ്ധരാക്കാൻ ശ്രമിക്കുന്നത് നീതിന്യായ വ്യവസ്ഥയ്ക്ക് തന്നെ വെല്ലുവിളിയാണ്. നിതിൻ രാജിന് നീതി ലഭിക്കണമെങ്കിൽ നിലവിലെ ഈ തിരക്കഥകൾക്കപ്പുറം സമഗ്രമായ അന്വേഷണം അനിവാര്യമാണ്. എന്നാൽ കണ്ണൂരിലെ പോലീസിനെ നിയന്ത്രിക്കുന്നത് രാഷ്ട്രീയ നേതാക്കളാണ്. ഈ രാഷ്ട്രീയ നേതൃത്വം അഞ്ചരക്കണ്ടിയിലെ കോളേജിന് വേണ്ടി നിൽക്കുമ്പോൾ കേസ് അട്ടിമറിക്കപ്പെടാനാണ് സാധ്യത.